ജനങ്ങൾക്ക് സംസ്കാര ശേഷി നൽകുവാൻ കാഞ്ഞൂർ പള്ളിയുടെ മണി കഴിയിക്കുന്നു. എല്ലാത്തിനുള്ള സൗകര്യങ്ങളാണ് ഇത് ഒരുക്കി വച്ചിട്ടുള്ളത്. ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ തീർത്ഥാടകർക്കും ആ ഒരു നിയോഗം വെച്ചുകൊണ്ട് കുരിശു പിടിക്കുവാൻ കുടപിടിക്കുവാനായിട്ട് നേരത്തെ നൽകിയിട്ടുള്ളവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇന്ന് കാഞ്ഞൂർ ഇടവക സമൂഹം ഒരുക്കി തരുന്നതാണ്. ആയിരത്തോളം കുടകള് 250 പൊന്മണി തുരിശുകളും വാദ്യമേളങ്ങളും മണിനിരക്കുന്ന പൗരത്തിൽ സ്ഥിരമായ പരീക്ഷണം കൃത്യം 12 മണിക്ക് കൊച്ചിരാജാക്കന്മാരുടെ രാജവീഥിയിലേക്ക് എഴുന്നള്ളുകയാണ്. ആ പരീക്ഷണത്തിന് സാക്ഷിയാകാൻ വിശുദ്ധനുള്ള സ്നേഹാതനോടെ പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ മുഴുവൻ വിശ്വാസികളെയും നാനാജി മതസ്ഥരായി തീർത്ഥാടകരെയും കാഞ്ഞൂർ പള്ളിക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ തിരുനാൾ ദിനത്തെ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനി ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ നാനാജി മതസ്ഥരെയും കാഞ്ഞൂർ ഇടവക സമൂഹത്തെയും വിശുദ്ധമായി ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തോമസ് പെരുമാനച്ചൻ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനിക്ക് മുഖ്യധാർമ്മികനാകുന്നു. അച്ഛന്റെ സ്നേഹമുള്ള ഇടവക സമൂഹം സ്വാഗതം ചെയ്യുകയാണ്. നിരവധി മറ്റ് ജീവിതാർത്ഥത്തിന്റെ മകരവചനങ്ങൾ പങ്കുവച്ചുകൊണ്ട് തിരുനാൾ സന്ദേശം നൽകിക്കൊണ്ട് തോമസ് മണിയൻ അച്ഛൻ നമ്മളോട് പ്രസംഗിക്കുന്നു. അച്ഛനെ സ്നേഹമുള്ള ഇടവക സമൂഹം ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 11:55 ദൈവബലി സമർപ്പിക്കുന്നു. 5 മിനിറ്റ് നേരം പ്രദക്ഷിണത്തിൽ കഴിയുവാൻ കൃത്യം 11 മണിക്ക് പ്രദക്ഷിണം ആരംഭിക്കുന്നു. നടക്കുന്ന പ്രൗഢഗംഭീരമായ ഭക്തിനിർഭരമായ സദീക്ഷണത്തിന് ആരും നിയന്ത്രിക്കുന്നില്ല. കാഞ്ഞൂർ കൊറോനാപ്പള്ളിയുടെ ഈ ദേവാലയത്തിന്റെ പരമാധികാരിയായ സെബാസ്റ്റ്യൻ കളപ്പുഴക്കിലച്ചൻ ആ പ്രദക്ഷിണത്തിന് മുന്നിലൂടെ മുന്നോട്ട് മന്ദമന്ദം നീങ്ങും. അനുഭവിച്ചുകൊണ്ട് ഇന്നത്തെ പ്രദക്ഷിണം ഏറ്റവും സമയനിഷ്ഠമായിട്ടുകൊണ്ട് ഏറ്റവും ഭക്തിശാസ്ത്രമായി നടത്തപ്പെടുന്നു. പ്രദക്ഷിണത്തെ ആരും അനുഭാവനം ചെയ്യുന്നില്ല.
ശ്രമിക്കുന്ന രീതിയിൽ ഇരുവശവും നിന്ന് ഭയഭക്ത്യാദരപൂർവം തൊഴിൽ കൈയോടുകൂടി വിരുദ്ധ സെബസ്ത്യാനോസിനെ ദയനീയ അവസ്ഥയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ വിളി കേൾക്കണമേ എന്ന മധുരമന്ത്രം മുഴുമിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആനാജതി മനസ്സരായ തീർത്ഥാടകർ ഇതിന്റെ ഇരുവശവും കാഞ്ഞൂരിന്റെ കൊച്ചി മഹാരാജാക്കന്മാരുടെ രാജവീഥികൾ നിറഞ്ഞു കവിഞ്ഞ് കൂപ്പുകയുമായി നിൽക്കുന്ന കാഴ്ച ഇന്ന് കാഞ്ഞൂരിൽ അരങ്ങേറുകയാണ്. കാഞ്ഞൂർ ഇടവക സമൂഹത്തിന്റെ ദീർഘദിവസങ്ങളുടെ പ്രയത്നങ്ങൾ പൂവണിയുന്ന അനർഘ നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. കാഞ്ഞൂരിന്റെ പള്ളിയെ കൊട്ടിമുഴക്കുന്ന ആ കൊട്ടിമുഴക്കൽ മേളം പള്ളിയുടെ ചുറ്റും നടക്കുകയാണ്.
2013 ജനുവരി 20 ചരിത്ര 7 കളിൽ സുവർണ ലിപികളാൽ ലേഖനം ചെയ്യപ്പെടുന്ന ഒരു അധ്യയം തുന്നിച്ചേർക്കപ്പെടുകയാണ്. 2012 ജനുവരി മാസം 20-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാഞ്ഞൂരിനോട് വിട പറഞ്ഞ മരുന്നുകൾ 2013 ജനുവരി മാസം 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് കാഞ്ഞൂരിനെ വിളിച്ചുവിളി കേട്ട പുണ്യചരിതനോ മഹാ അത്ഭുത പ്രവർത്തനങ്ങൾ കൊണ്ട് കൊച്ചി മഹാരാജാവ് ശക്തൻ തമ്പുരാനിൽ നിന്നും ആനവിളക്കം തൊഴിൽ വിളക്കം കുത്തുവിളക്കം കാണിക്കയായി സ്വീകരിച്ച് കാഞ്ഞൂർ പള്ളിക്ക് കാഞ്ഞൂർ സ്മാരകമായി സമർപ്പിച്ച് കാഞ്ഞൂരിനെ ലോകശ്രദ്ധേയമാക്കി മാറ്റിയ ആനവിളക്ക് ഇന്ന് ചരിത്ര ഏടുകളിലെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരക്ഷരമാണ്. അത് വാങ്ങി നൽകിയ വിശുദ്ധ സെബസ്ത്യാനോ ചുറ്റൂരിന്റെ പടയെ കാഞ്ഞൂരിൽ നിന്ന് മാറ്റി ഒടിക്കുവാൻ താൻ കുടിയിരിക്കുന്ന ദേവാലയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി വിളിച്ചു വരികേണ്ട പണിയിലെഴുതാൻ വിശുദ്ധ സെബസ്ത്യാനോ ആ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സാന്നിധ്യം വിളിച്ചുകൊള്ളുന്ന കാഞ്ഞൂരിന്റെ തിരുമുറ്റത്ത് ഇന്ന് 12 മണിക്ക് കഴിഞ്ഞ വർഷം നമ്മോട് വിടവറഞ്ഞ മരുന്നുകൾ കൃത്യമായി എത്തിച്ചേരുകയും ആ തിരുസ്വരൂപത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് വട്ടമിട്ടപ്പെടുന്ന മൂന്നങ്ങാടിയിലും ആ പ്രദക്ഷിണത്തെ അനുധാവനം ചെയ്യുന്നു. പ്രദക്ഷിണം വഴിയകത്ത് പ്രവേശിക്കുമ്പോൾ അകലങ്ങളിൽ നിന്നും വരുന്ന മരുന്നുകൾ കാഞ്ഞൂരിനോട് വിട പറയുന്നു. കത്തിച്ചൊലിക്കുന്ന സൂര്യദേവനെ അതിജീവിച്ചുകൊണ്ട് നീരാകാശത്തിൽ നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നു. കാഞ്ഞൂരിന്റെ തിരുമുറ്റത്ത് ഇന്ന് അത്ഭുത പ്രതിഭാസങ്ങളാണ് നേടുകയാണ്. ഇത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ നാനാജാതി മതസ്ഥർ ഒരു തീർത്ഥാടക സംഗമം നടക്കുന്ന പുണ്യഭൂമിയാണ് കാഞ്ഞൂർ. ആ തീർത്ഥാടകരുടെ സംഗമവും അവരുടെ വിശ്വാസ പ്രഖ്യാപനവും ഇന്ന് കാഞ്ഞൂരിൽ നടക്കുകയാണ്. മുഴുവൻ ഇടവക സമൂഹത്തിന്റെയും എല്ലാ വിധത്തിലുള്ള സേവനങ്ങളും തീർത്ഥാടകർക്ക് വേണ്ടി ഇന്ന് മാറ്റിവെക്കണം. അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തൽ മുന്നോട്ട് കടന്നു വേണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. യുവാക്കൾക്ക് നിർണായകമായ പങ്കുണ്ട്. അവരത് വിസ്മരിക്കുന്നത് അവരുടെ കടമകൾ നിറവേറ്റണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ പ്രദക്ഷിണത്തിന് കുടകൾ പിടിക്കുവാൻ കുരിശുകൾ പിടിക്കുവാൻ നേരത്തെ നിർമ്മിച്ചുള്ള മുഴുവൻ വിശ്വാസികൾക്കും അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. മണിയടിച്ചാൽ കാഞ്ഞൂരിന്റെ മണിമാളികയെ മണിയടിച്ചാൽ സംസ്കാര ശേഷി ലഭിക്കും. സ്ത്രീകൾക്ക് കേൾക്കുവാനുള്ള ശ്രവണശക്തി ലഭിക്കും എന്നെല്ലാം വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് കാഞ്ഞൂരിന്റെ തിരുമുറ്റത്തുള്ള മണികളെ ഇന്ന് മുഴക്കുകയാണ്. തീർത്ഥാടകർക്ക് മണി അടിക്കുവാനുള്ള സൗകര്യവും ഇന്ന് ഒരുക്കിക്കൊടുക്കുന്നു. വരുന്ന വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാൻ അനുവദിക്കാതെ പാർട്ടിയിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്തേക്ക് അത് തിരിച്ചുവിടുക, സഹകരിക്കുക. ഇല്ല എങ്കിൽ ആ വാഹനങ്ങൾ അവിടെ കിടക്കും എന്ന കാര്യം പ്രത്യേകം മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാണ്. അവർ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങി കഴിഞ്ഞാൽ പുറത്തേക്ക് വന്നുകൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിലോ നിർബന്ധമായി അവരിൽ നീക്കുവാനുള്ള അവസരം ഒരുക്കണം. അല്ലാതെ പ്രതീക്ഷിക്കുന്ന സമയത്ത് വാഹനങ്ങളുടെ ചുറ്റും മുടക്കുന്നത് നമ്മുടെ സംസ്കാരമല്ല. അതിന് മുൻകരുതലെന്ന രീതിയിൽ മുഴുവൻ വീടുകളിൽ സന്ദർശിക്കാൻ നൽകിയിട്ടുണ്ട്. അത് അനുസരിക്കണം. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കരുത്.
തിരുനാൾ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. കൃത്യം 10 മണിക്ക് തന്നെ തിരുനാൾ കുർബാന ആരംഭിക്കുന്നു. അതിനു മുൻപ് പ്രദക്ഷിണ വീതിയിലുള്ള വീടുകളിലേക്ക് ഒരു സന്ദേശം നൽകുകയാണ്. പ്രദക്ഷിണ വീതി, നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ ഇന്ന ദിവസം അനുവദിക്കുവാൻ പാടില്ല. വാഹനങ്ങൾ അവരെ നീക്കുവാനുള്ള സംവിധാനം ചെയ്യണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കാഞ്ഞൂർ ഇടവകയിലെ ഈ അങ്ങാടിയിലുള്ള വീട്ടുകാർക്ക് ഈ സേവനം ചെയ്യുവാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കാര്യത്തിൽ പോലീസിന്റെ സഹായം ലഭ്യമാക്കണം. എന്റെ ഓഫീസിൽ വന്ന് പറയുന്നതിനേക്കാൾ വേഗം അവരവർ തന്നെ അവരുടെ വീടുകളിലുള്ള മുൻഭാഗത്തുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കാതെ സഹകരിക്കുക. തെക്കേ അങ്ങാടിയിൽ നിന്നും ദസറ റോഡിലേക്കുള്ള വാഹന ഗതാഗതം നിരോധിക്കുക. തെക്കേ അങ്ങാടിയിൽ നിന്നുമുള്ള വാഹന ഗതാഗതം നിരോധിക്കുക. സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും പള്ളി ദസറ റോഡിലേക്കുള്ള വാഹന ഗതാഗതം നിയന്ത്രിക്കുക. മറ്റു വഴിയിലൂടെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വഴിയും നെല്ലും വഴി എണ്ണും വഴിയും വിവിധ ഭാഗങ്ങളിലേക്ക് പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വൺ വേ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുമായി സഹകരിക്കണം. വാഹനങ്ങളുടെ നിയന്ത്രണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള കമ്മിറ്റി ഭാരവാഹികളും അവർ പോലീസുമായി സഹകരിച്ച് ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വാഹന ഗതാഗതം നിയന്ത്രിക്കുവാനുള്ള സംവിധാനം ചെയ്യണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. തെക്കേ അങ്ങാടി പന്തലിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ദസറ റോഡിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ അനുവദിക്കരുത്. നിങ്ങൾ അവിടെ നിൽക്കുക, ഒരു സേവനം ചെയ്യുക, വാഹനങ്ങൾ ഒഴിവാക്കുക. ഒരു മനുഷ്യ മഹാസമുദ്രം കാഞ്ഞൂരിന്റെ തിരുമുറ്റത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായ സേവനം ചെയ്യുവാൻ മറ്റുള്ളവർ പണിയിലേക്ക് വരണം. അവർക്കുള്ള തീർത്ഥാടകർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കുട്ടികളുമായി തീർത്ഥാടക തിരുമുറ്റത്ത് എത്തിയിട്ടുള്ളവർക്ക് പോളിയോ വാക്സിൻ കൊടുക്കുവാനുള്ള സൗകര്യം ഇന്ന ദിവസം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിയോ വാക്സിൻ കൊടുക്കാൻ നിങ്ങളുടെ കുട്ടികൾ ദുർബലമായി പോകാതിരിക്കുവാൻ, കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ പോളിയോ വാക്സിൻ നൽകി അവർ നല്ല ആരോഗ്യവന്മാരാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പോളിയോ ദിനമായ ഇന്ന് അവർക്ക് ആവശ്യമായ പോളിയോ നൽകുവാനുള്ള സൗകര്യങ്ങൾ കാഞ്ഞൂരിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഹലോ ഹലോ ഇന്ന് 12 മണിക്ക് ഇറങ്ങുന്ന പ്രദക്ഷിണം പടിഞ്ഞാറ് അങ്ങാടിയിൽ 1 മണിക്കൂർ സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. കൃത്യം 1 മണിക്കാണ് തെക്കേ അങ്ങാടിയിലേക്ക് തിരുസ്വരൂപം തിരിച്ചുവിടേണ്ടത്. കുടവരും പ്രദക്ഷിണത്തിന് മുൻനിരയിൽ തിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ് ആരും കൈ കഴുകരുത്. 1 മണിക്ക് തിരുസ്വരൂപം തെക്കേ അങ്ങാടിയിലേക്ക് തിരിച്ചുവിടണം. നാനാജാതി മതസ്ഥർ, പ്രത്യേകിച്ച് മറ്റു മതസ്ഥരായവർക്ക് തെക്കേങ്ങാടി പന്തലിൽ പൂമാല ചാർത്തുവാൻ ഉള്ള സൗകര്യം കുറച്ച് സമയം അനുവദിച്ചിട്ടുണ്ട്. ഇടവക ജനങ്ങൾ ദയവ് ചെയ്ത് ദേവാലയത്തിൽ വന്ന് മാല ചാർത്തണം. അവിടെ നിങ്ങൾ അസൗകര്യങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കൊച്ചി മഹാരാജാവ് ചക്കൻ തമ്പുരാന്റെ ജന്മസ്ഥലമാണ് കാഞ്ഞൂർ. അദ്ദേഹത്തിന്റെ കോവിലകം നിലനിൽക്കുന്നത് ഇവിടെയാണ്. ഈ കാഞ്ഞൂർ പള്ളിയുമായി ചരിത്രപരമായി വളരെയധികം ബന്ധമുണ്ട് ചക്കൻ തമ്പുരാനും. ആ ചക്കൻ തമ്പുരാനാണ് കാഞ്ഞൂരിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മഹാ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് സാക്ഷിപത്രമായി നൽകിയതാണ് ആനവിളക്ക്.
കുടൽ വിളക്ക്, കുത്തുവിളക്കുകൾ, ആനവിളക്കിന്റെ എണ്ണ ഒഴിക്കുന്നതിന് വേണ്ടി 101 പണം കാഞ്ഞൂരിന് കരം ഒഴിവാക്കി സൗജന്യമായി നൽകിയത് ശക്തൻ തമ്പുരാനാണ്. ആ ശക്തൻ തമ്പുരാൻ നൽകിയ ആനവിളക്ക് ഇന്ന് പള്ളിയുടെ വടക്ക് വശത്തെ പൊതുജന വണക്കത്തിനായി ചൂക്കിയിരിക്കുന്നു. ആനവിളക്കിന്റെ എണ്ണ തീരാവ്യാധികൾക്ക്, മാറാരോഗങ്ങൾക്ക് ഔഷധമെന്ന് വിശ്വസിക്കുകയും തീർത്ഥാടകർ എണ്ണയെടുത്ത് നിർമ്മിച്ച് പ്രാർത്ഥിച്ച് ലോകശാന്തി കൈവരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നോമ്പും നമസ്കാരവുമായി അങ്ങ് അകലെ ഏറ്റവും വലിയൊരു വൃക്ഷത്തിന് മുകളിൽ തപസ്സരിക്കുന്ന മരുന്നുകൾ. ഇന്ന ദിവസം 12 മണിക്ക് കാഞ്ഞൂരിലെ ജീവിക്കുന്ന സെബസ്ത്യാനോസിന് അകമ്പടി സേവിക്കുവാൻ, ആ തിരുസ്വരൂപത്തിന് ഭക്ഷമിട്ട് പടക്കുവാൻ ഏതാനും നിമിഷങ്ങൾക്കകം ചിറകുകൾ വിരിക്കുന്നു. ദിവ്യബലി ആരംഭിക്കുന്നതോടുകൂടി പരുന്തുകൾ കാഞ്ഞൂരിൽ ലക്ഷ്യമാക്കി വന്നം പറന്ന് എത്തിച്ചേരുന്നു. കൃത്യം 12 മണിക്ക് കാഞ്ഞൂർ ചെന്നൈയിൽ ചുവന്ന ദേവാലയത്തിന് മുകളിൽ ആ പരുന്തുകൾ എത്തിച്ചേരുകയും ആ കാഞ്ഞൂര് പള്ളിയെ വനം വെച്ചതിന് ശേഷം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് പ്രതീക്ഷണ വീതിയിലൂടെ വട്ടമിട്ട് പറന്നുകൊണ്ട് ഇന്നത്തെ മധ്യാഹ്നത്തെ ആ അത്ഭുതകരമായ കാഴ്ച നിങ്ങൾക്ക് നേരിൽ കാണാവുന്നതാണ്. വിശുദ്ധന്റെ സാന്നിധ്യം വിളിച്ചുകൊണ്ടുള്ള ഒരു ദേവാലയമാണ് കാഞ്ഞൂർ പള്ളി. പുറം ലോകമറിയാത്ത അനേകായിരം മഹാ അത്ഭുതങ്ങൾ അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന കാഞ്ഞൂർ പള്ളി. ടിപ്പുവിന്റെ പടയെ ഈ കാഞ്ഞൂരിന്റെ തിരുമുറ്റത്തിൽ നിന്നും താൻ കൊടിയിരിക്കുന്ന ദേവാലയത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി വിളിച്ചു വിളികെട്ട് ആട്ടിയോടിച്ച വിശുദ്ധ സെബസ്ത്യാനോസ് ഇന്നേ ദിവസം സെബസ്ത്യാനോസിന്റെ മരണത്തിനുള്ളതാണ്. ക്രോധനായ ഡയക്ലേസ് ചക്രവർത്തിയുടെ ഭൂകമ്പം വരെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം, സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ വിശ്വാസ പ്രഖ്യാപനം നടത്തി ജനുവരി മാസം 20-ാം തീയതി ഡയക്ലേസ് ചക്രവർത്തിയുടെ കഥയടിയേറ്റ് അതിദാരുണമായി രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ സെബസ്ത്യാനോസ്, ഇരട്ട രക്തസാക്ഷിത്വത്തിന് അർഹനായ വിശുദ്ധ സെബസ്ത്യാനോസ് വിളിച്ചു വരികേണ്ട പ്രശസ്തിയുടെ 3-ാം മകുടം ഉയർത്തിക്കെട്ടിക്കൊണ്ട് കാഞ്ഞൂരിൽ കൊടിയിരിക്കുന്ന സെബസ്ത്യാനോസ് ആ പുണ്യശരീരനെ ആ വിളിച്ചുകളും വിളികെട്ട പ്രധാന തിരുസ്വരൂപം ഒരു നോക്ക് കാണുവാൻ എല്ലാം മറന്ന് ആ വിശുദ്ധന്റെ തിരുനടയിൽ നിന്നൊന്ന് വിളിച്ച് വിളികേൽപ്പിക്കുവാൻ എല്ലാ വിധത്തിലുള്ള മാനരോഗങ്ങളും തീരാഭ്യാധികളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കുടുംബ പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ഒരു പിറ്റുകുഞ്ഞിന് ലഭിക്കാത്ത വിഷമിക്കുന്ന യുവമിഥുനങ്ങൾ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള ദയനീയമായിട്ടുള്ള പ്രാർത്ഥനയിൽ വഴി കാഞ്ഞൂരിന്റെ തിരുമുറ്റത്ത് എത്തിച്ചേരുകയാണ്. അടുത്ത വർഷം ജനുവരി 17-ാം തീയതി കാഞ്ഞൂരിന്റെ തിരുമുറ്റത്ത് 9 മണിക്ക് കൊടി ഉയർത്തുന്നതിന് മുൻപ് അവരുടെ ആഗ്രഹങ്ങൾക്ക് സാഫല്യം നൽകുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് ഇന്നത്തെ ബ്രഹ്മീശ്വരത്തിന് മാനവജാതി മതസ്ഥരായ വിശ്വാസികൾ പ്രത്യേക നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ഭയഭക്ത്യാദരവപൂർവം കുടകൾ പിടിക്കുന്നു, കുരിശുകൾ പിടിക്കുന്നു. അവർക്കെല്ലാം ഇന്ന് ദിവസം അതിനൊരു സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. 1000-ഓളം വർണ്ണപ്പതിച്ചാർന്ന വർണ്ണക്കുടകൾ, 250-ൽ പരം പൊൻവെള്ളി കുരിശുകൾ എല്ലാം ഇന്നത്തെ പ്രദക്ഷിണത്തിന് തീർത്ഥാടകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. ഇന്ന് വരെ വർഷങ്ങൾ പിന്നിട്ടിട്ട് സംസാരശേഷി നഷ്ടപ്പെടുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി കാഞ്ഞൂരിൽ വെടിവെക്കുന്നു, കാഞ്ഞൂരിന്റെ മണി അടിക്കുന്നു. ഇതെല്ലാം സ്വാതന്ത്ര്യമാക്കി കൊടുക്കുന്നു. കാഞ്ഞൂരിൽ ജീവിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് ഒരു വീടില്ലാതെ വിഷമിക്കുന്നവൻ കാഞ്ഞൂരിന്റെ തിരുമുറ്റത്ത് ഓടിയിറങ്ങുന്നു. വിശുദ്ധന്റെ വിരുന്നുകളിൽ ആ ഭാരം ഇറക്കി വെച്ചുകൊണ്ട് മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വീടുകൾ ലഭ്യമാകുന്നു. മാറാരോഗങ്ങളാലും തീരാവ്യാധികളാലും പകർച്ചവ്യാധികളാലും ദുരിതമനുഭവിക്കുന്നവർ കാഞ്ഞൂരിന്റെ തിരുനുടയിൽ എത്തിച്ചേരുന്നു. എല്ലാ ഭാരവും വിശുദ്ധന്റെ തിരുനുടയിൽ ഇറക്കി വയ്ക്കുന്നു, ആശ്വാസം കണ്ടെത്തുന്നു. നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമായി ഇന്ന് കാഞ്ഞൂർ മാറിയിരിക്കുകയാണ്. ഈ ദേവാലയത്തിലേക്ക് ആ വിശുദ്ധന് മണങ്ങാൻ ആ വിളിച്ചു വിളികെട്ട പ്രധാന തിരുസ്വരൂപത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വിശുദ്ധനായ സെബസ്ത്യാനോസ് എന്റെ കാഞ്ഞൂർ പുണ്യവാവ ദയനീയ അവസ്ഥയിലൂടെ എന്റെ വിളി കേൾക്കണമേ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന തൊഴുകയോടുകൂടി നിൽക്കുന്ന വിശ്വാസികൾക്ക് അതിനുള്ള പ്രതിഫലം വിശുദ്ധൻ അത്ഭുതമായി ദിവ്യനാഥനിൽ നിന്നും വാങ്ങിത്തരുന്നു. ദിവ്യനാഥന് വേണ്ടി ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഡയക്രസ് ചക്രവർത്തിയുടെ ഗതയടിയേറ്റ് ജനുവരി മാസം 20-ാം തീയതി ക്രിസ്തുവിന് ക്ഷീരരക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധന്റെ മരണ തിരുനാൾ ദിനമാണ് ഇന്ന്. ആ തിരുനാൾ ദിനത്തിൽ ഈ തീർത്ഥാടന തിരുമുറ്റത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും നാനാജാതി മതസ്ഥർക്കും അത്ഭുതങ്ങൾ വർഷിക്കട്ടെ. കാഞ്ഞൂരിൽ ജീവിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുമുള്ളത്. നൊന്തുവിളിച്ചാലവരുടെയും വെളിപ്പുറത്തെ സ്നേഹവും ആശ്വാസധൈര്യവുമായി ഓടിയണയുന്ന കാഞ്ഞൂരിലെ ജീവിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രധാന തിരുനാൾ ദിനമായ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അകലങ്ങളിൽ നിന്നും പരുത്തുകൾ ആ തിരുസ്വരൂപത്തിന് അകമ്പടി സേവിക്കും വട്ടമിട്ട് പടക്കുവാൻ ഇവരെ എത്തിച്ചേരുന്നു. 2012 ജനുവരി മാസം 20-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാഞ്ഞൂരിനോട് വിട പറഞ്ഞ പരുത്തുകൾ 2013 ജനുവരി മാസം 20-ാം തീയതി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ആ തിരുസ്വരൂപത്തിന് അകമ്പടി സേവിക്കുവാൻ അകലങ്ങളിൽ നിന്നും പുറന്നു വരുന്നു. കാഞ്ഞൂർ സെന്റ് മേരീസ് ദേവാലയത്തിന് മനം വെച്ചതിന് ശേഷം പ്രദക്ഷിണ വീതിയിലൂടെ ആ പരുന്തുകൾ വട്ടമിട്ട് പതാക്കുന്നു. 3 മണിക്കൂർ നിസ്തുലമായ സേവനം. കാഞ്ഞൂരിലെ ജീവിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപത്തെ സൂര്യാഘാതത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ പരുന്തുകളും ആ പ്രദക്ഷിണ വീതിയിലേക്ക് നിങ്ങളോടൊപ്പം എത്തിച്ചേരുകയാണ്, വട്ടമിട്ട് പതാക്കുകയാണ്. ആ അതിമനോഹരമായ അത്ഭുതകരമായ കാഴ്ച നേരിൽ കണ്ടുകൊണ്ട് ഏവരുടെയും വലതുകരങ്ങൾ നീലാകാശത്തിലേക്ക് ഉയർത്തുന്ന ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് ഇന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ഇതാ വരുന്നത്. കാഞ്ഞൂരിന്റെ വിശുദ്ധ സെബസ്ത്യാനോസിനെ അകമ്പടി ചെയ്യുവാൻ ഇതാ പരുന്തുകൾ എത്തിക്കഴിഞ്ഞു. ആ ചൂണ്ടുവിരൽ കൊണ്ട് നീലാകാശത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഒരു സത്യവിശ്വാസം, ഒരു വിശ്വാസ പ്രഖ്യാപനം ഇന്ന ദിവസം നാനാജാതി മതസ്ഥർ കാഞ്ഞൂരിൽ നടത്തുകയാണ്. കത്തിച്ചിരിക്കുന്ന സൂര്യഭഗവാനെ അതിജീവിച്ചുകൊണ്ട് നീലാകാശത്തിൽ നക്ഷത്രങ്ങൾ വെച്ചിട്ടിറങ്ങുമ്പോൾ ഇതാ കാഞ്ഞൂരിനെ ജീവിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മഹാ അത്ഭുതം, ആ വിശ്വാസ പ്രഖ്യാപനം ഇന്ന് നടത്തപ്പെടുകയാണ്. അതുകൊണ്ട് ഭയഭക്ത്യാദരപൂർവം ഇന്നത്തെ പ്രതീക്ഷയിൽ കുടകൾ പിടിച്ച് നിയോഗങ്ങൾ വെച്ചുകൊണ്ട് കുടകൾ പിടിച്ച് കുഞ്ഞിച്ചുകൾ പിടിച്ചുകൊണ്ട് ആ പ്രതീക്ഷണത്തിൽ മുഴുവൻ വിശ്വാസികളും കുടകൾ പിടിക്കാത്തവർ കുരിശുകൾ പിടിക്കാതെ ഈ വിഭാഗത്തിൽ നിന്ന് തൊഴിലുകയോടുകൂടി വിശുദ്ധനായ സെബസ്ത്യാനോസ് എന്ന കാഞ്ഞൂർ പുണ്യവാള വിളിച്ചു വിളികെട്ട കാഞ്ഞൂരിന്റെ പിടിതരുക. പ്രശോഭിതനായ വിശുദ്ധ സെബസ്ത്യാനോസ് ദയനീയ അവസ്ഥയിലുള്ള ഞങ്ങളുടെ വിധി കേൾക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഭയഭക്ത്യാദരപൂർവ്വം ഇന്നത്തെ പ്രദക്ഷിണത്തിൽ മുഴുവൻ വിശ്വാസികളും പങ്കെടുക്കണമെന്ന പ്രതിയാണ്. പ്രദക്ഷിണത്തെ ആരും അനുഗാമനം ചെയ്യുന്നില്ല. റോഡിന് ഇരുവശവും കൊച്ചി മകനന്റെ കന്മനൊരു രാജവീഥിയുടെ ഇരുവശവും ഇന്നത്തെ മഹാ അത്ഭുത ചരിത്ര പ്രദക്ഷിണത്തിലേക്ക് ഏവരും തൊഴുകയോടെ നിൽക്കുന്നു. കൃത്യം 10 മണിക്ക് തന്നെ തിരുനാൾ പാഠകുർബാന ആരംഭിക്കുന്നു. ഇന്നത്തെ തിരുനാൾ പാഠകുർബാനായി ഈ മനുഷ്യ മഹാസമരത്തെ മുഴുവനും മിശിഹ തമ്പുരാന് സമർപ്പിച്ചുകൊണ്ട് ഈ
ആ ദിവ്യബലിക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്ന ബേഡി റോണൻ ഫാദർ തോമസ് പെരുമായനത്തിലെ സ്നേഹപൂർവ്വം ഈഴവക സമൂഹം പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദിവ്യബലി മധ്യേ ദിവ്യനാഥന്റെ മധുരവചനങ്ങൾ പങ്കുവച്ചുകൊണ്ട് തിരുനാൾ സന്ദേശം നൽകിക്കൊണ്ട് റവറന്റ് ഫാദർ തോമസ് മണ്ടിയിൽ അച്ഛൻ സന്ദേശം നൽകുന്നു. ഏവരുടെയും സഹകരണം സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് ദിവ്യബലി ആരംഭിക്കുകയാണ്. ഇനി അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കുന്നതല്ല. ദിവ്യബലിക്ക് വേണ്ടി ഇതാ ദേവാലയം ഒരുങ്ങിക്കഴിഞ്ഞു. ബലിപീഠം സജ്ജമായി കഴിഞ്ഞിരിക്കുന്ന ബലിവസ്തുവുമായി ഏവരെയും ബലി സമർപ്പണത്തിന് വേണ്ടി ദേവാലയത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.